ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ മഹാരാഷ്ട്ര ബന്ധവും. പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയത് വൻ റാക്കറ്റ് എന്ന് മൊഴി. മഹാരാഷ്ട്ര ബന്ധമുള്ള സംഘമാണ് പിന്നിലെന്നും വ്യവസായി മൊഴി നൽകി. ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. കേരളത്തിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടോ എന്നും പരിശോധിക്കും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസും N വിജയകുമാറും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല. KP ശങ്കരദാസ് ആശുപത്രിയിൽ കഴിയുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ വിജയകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഹരിമോഹനും TV പ്രസാദുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം TV പ്രസാദിലേക്ക്. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ഓരോന്ന് പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ പല ക്ഷേത്രങ്ങളിലായുണ്ട്. അപ്പോൾ ആ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടോ എന്നൊരു ആശങ്ക ഉയരുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ആദ്യം നമ്മളെല്ലാം ചർച്ച ചെയ്തതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണവും കട്ടിളപ്പടിയിലെ സ്വർണവും മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്ന നിലയിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം 2 FIRകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയതെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മനസ്സിലാകുന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിലും എത്രയോ മുകളിലുള്ള തട്ടിപ്പ് ഈ മേഖലയിൽ നടക്കുന്നു. വലിയ കൊള്ള ആസൂത്രണം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഡയമണ്ട് മണി എന്ന ഡി മണിയെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഒരു അന്താരാഷ്ട്ര റാക്കറ്റ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവിടുത്തെ പഞ്ചലോഹ വിഗ്രഹ കടത്തടക്കം അവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ടെന്ന വിവരവും കിട്ടിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മഹാരാഷ്ട്ര ബന്ധമുള്ള ഒരു സംഘമാണ് ഈ വിഗ്രഹ കടത്തിന് പിന്നിൽ എന്ന സൂചനകളാണ് വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയുമാണ്. മാത്രമല്ല സുജയ, കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനയിലേക്കും സ്വാഭാവികമായി കടക്കേണ്ടി വരും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിൽ അയ്യപ്പൻ്റെ വിഗ്രഹം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇനിയിപ്പോൾ കൊടിമരത്തിൻ്റെ താഴെ മുമ്പ് മാറ്റിയ അഷ്ടദിക്പാലകരുടെ വിഗ്രഹമോ അതല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലെ വിഗ്രഹമോ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം സംശയം ഉയരുന്നതാണ്. അതിലെല്ലാം ഇനി ഉത്തരം വേണമെങ്കിൽ ഈ ഡയമണ്ട് മണിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, പ്രവാസിയിൽ നിന്ന് കിട്ടിയ മൊഴി വളരെ പ്രാധാന്യത്തോട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കാണുന്നത്. സംസ്ഥാനത്ത് ഇതിനു വേണ്ടി ഒരു ഉന്നതനുണ്ട്. ആ ഉന്നതൻ ആര് എന്നതിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഒരു സ്വർണ്ണപ്പാളി എന്ന വിഷയത്തിൽ തുടങ്ങിയതെങ്കിൽ മറ്റു തലത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സുജയ. ഓക്കെ പ്രസാദ്, തുടരുക. നമുക്കൊപ്പം ഹരിമോഹൻ കൂടിയുണ്ട്. ഹരിമോഹൻ, ഡി മണി അത് ദുബായ് മണി എന്ന് ആദ്യം കേട്ടു, പിന്നീട് ഡയമണ്ട് മണി എന്നതാണ് ആ ചുരുക്കപ്പേരിന്റെ പൂർണ്ണരൂപം എന്ന് വന്നു. ഇപ്പോഴിതാ മഹാരാഷ്ട്ര ബന്ധം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് ഈ വ്യവസായി നൽകുന്ന മൊഴിയിൽ നിന്ന്, ഒപ്പം തന്നെ ഡി മണിയിൽ നിന്ന് ഒക്കെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? എവിടെയൊക്കെയാണ് ഇവർക്ക് കണക്ഷൻസ്? ഒരു അന്താരാഷ്ട്ര റാക്കറ്റ്, അത് ഇന്ത്യയിൽ പല ഇടങ്ങളിലും വേരുകളുള്ളതാണെന്നാണ്. സുജയ, ഇതിൽ ആദ്യം തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഡിണ്ടിഗൽ മണി അല്ലെങ്കിൽ ഈ ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന ഈ പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തിയിരുന്നത്. തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു റാക്കറ്റാണ് എന്നുള്ളതായിരുന്നു SITയുടെ ഒരു ധാരണ. പക്ഷേ പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുമ്പോഴാണ് ഇത് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ ചില ആളുകൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപാടാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. ഈ മണിക്ക് സൗദിയിൽ ചില കച്ചവടങ്ങളുണ്ട്. അതായത് ഈ പുരാവസ്തു ശേഖരവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പുരാവസ്തു കച്ചവടവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇടപാടുകളുണ്ട്. ആ ഇടപാടുകളിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ചില ആളുകൾ, അതായത് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശികൾ തന്നെയായിട്ടുള്ള ആളുകൾ കൂടി ഇതിന്റെ ഭാഗമാണ്. ഇവർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള സംഘമാണ് ഈ പഞ്ചലോഹ വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകൾ നടത്തിയത്. കേരളത്തിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടെന്ന് ഇയാൾ പറയുമ്പോൾ പോലും അത് എവിടെ നിന്നുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് എന്നുള്ളതിൽ വ്യക്തതയില്ലാത്തതാണ് SITയെ സംബന്ധിച്ച വലിയൊരു പ്രതിസന്ധിയിലാക്കുന്നത്. കാരണം ശബരിമലയിൽ നിന്നുള്ള പഞ്ചലോഹ വിഗ്രഹമല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് SIT പറയുന്നത്. പക്ഷേ മറ്റേതൊക്കെ ക്ഷേത്രങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ ക്ഷേത്രങ്ങൾ ഇവരുടെ ലക്ഷ്യമായിരുന്നു എന്നുള്ളതാണ് SIT പരിശോധിക്കുന്നത്. അതിന് ഈ പറയുന്ന മറ്റാളുകൾ, അതായത് ഈ മൊഴി പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന മറ്റാളുകളെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ ഈ പറയുന്ന ഡി മണിയുടെ ഒരു സുഹൃത്തായ ഇയാളുടെ ഇടനിലക്കാരനൊക്കെയായി പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും വിരുദുനഗർ സ്വദേശിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ കൃത്യമായി ട്രാക്ക്
ചെക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ തുടരാൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ തന്നെയാണ് SIT എത്തി നിൽക്കുന്നത്. പക്ഷേ ഇവരിൽ നിന്ന് ഈ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന്റെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടേക്കും നീങ്ങേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴിയിൽ മറ്റ് പേരുകളില്ല, സൂചിപ്പിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, ഒപ്പം തന്നെ ചില ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുക. 2020 ഒക്ടോബർ 26 പണക്കൈമാറ്റം നടന്നുവെന്ന് ഈ SITയോട് ഈ പ്രവാസി വ്യവസായി നേരത്തെ മൊഴി നൽകിയിരുന്നു. ആ ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് ഈ സംഘം എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തേക്ക് ഇവർ വിമാനത്തിൽ വരികയായിരുന്നു. അതായത് മണി മാത്രമല്ല, മണിയോടൊപ്പം മറ്റ് ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു. പണക്കൈമാറ്റത്തിൽ ഇവർ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. പണം പക്ഷേ മറ്റൊരു വഴിക്കാണ് വന്നത്. ഇവർ വിമാനത്തിൽ വരുന്നത് കൊണ്ട് തന്നെ മറ്റ് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പണം കൊണ്ടുവരുന്നില്ല. മാത്രമല്ല വലിയൊരു തുകയാണ് ഇവർ കൊണ്ടുവന്നതും. അതുകൊണ്ട് അത് റോഡ് മാർഗം മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെയാണ് ആ പണം ഇവിടെ കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്യുന്നത്. പക്ഷേ അന്ന് മണിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ ഈ കൈമാറ്റത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. അന്ന് ആകെ 3 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതുമാണ്. അതായത് മണിയും ഈ പറയുന്ന ഉന്നതനും അതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും, ഇവർ 3 പേരും ചേർന്നാണ് ഈ പണ കൈമാറ്റം നടത്തിയിട്ടുള്ളത്. പക്ഷേ മറ്റുള്ളവർ കൂടി കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ കേരളത്തിൽ ഉണ്ടായിരുന്ന സംഘത്തിന് എന്തായിരുന്നു ഉദ്ദേശം, അല്ലെങ്കിൽ അവർ ഇതിൽ എങ്ങനെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തേണ്ടി വരും. ചുരുക്കത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഡി മണിയിൽ നിന്നൊരു പ്രാഥമിക വിവരശേഖരണം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിൽ തുടരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, അതായത് ഡി മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പോറ്റിയിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഈ പഞ്ചലോഹ വിഗ്രഹ കടത്തുമൊക്കെയായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പോറ്റി ശരിവെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി SIT കടക്കുന്നുണ്ട്. ശരി, ഹരിമോഹനും TV പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്. വിഗ്രഹ കടത്തിന് പിന്നിലുള്ള വലിയ റാക്കറ്റിന്റെ ചുരുളഴികയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ? ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കടൽ കടന്ന് എന്തൊക്കെ പോയിട്ടുണ്ടാവുമോ എന്തോ. അപ്പോൾ 500 കോടി, 1000 കോടി, കോടികളുടെ കണക്കല്ലാതെ ലക്ഷങ്ങളുടെ കണക്കൊന്നും ആർക്കും പറയാനില്ല എന്ന് കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു.